തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികകൾ ഓരോന്നും പുറത്തു വരുമ്പോഴും നമ്മൾ വിമതരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. അത് ഒരു പാർട്ടിയിൽ മാത്രമല്ല, UDF എന്നോ LDF എന്നോ അതുപോലെ തന്നെ BJP എന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള വിമതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇനി 24-ാം തീയതിക്ക് ശേഷം വിമതർ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ വിമതർ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് പിന്നിലെ കാരണം? അല്ല, നമ്മള് സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാല് കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോഴത്തേക്കും കൂടുതൽ സംഘർഷഭരിതമാകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഏറ്റവും കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ഭീകരതയോ ഭിന്നിപ്പോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും വളരെ സമയോചിതമായിട്ട് കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കെ മുരളീധരൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്ന 24-ാം തീയതി, അതായത് ഇത് പിൻവലിക്കാനുള്ള അവസാന ഡേറ്റ് ആണ്, ആ 24-ാം തീയതിക്കുള്ളിൽ ഒരു വിമത സ്ഥാനാർത്ഥി പോലും കോൺഗ്രസിൽ ഉണ്ടാകില്ല. അങ്ങനെ ആരെങ്കിലും വിമതരായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ കാണില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഉറച്ച നിലപാടാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ നോക്കിക്കഴിഞ്ഞാല് ഇന്ന് പഞ്ചായത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് സ്ഥാനാർത്ഥികളായിട്ടുള്ള പല നേതാക്കന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികളായിട്ട് വന്ന് പാർട്ടിയെ മുച്ചൂട് മുടിപ്പിച്ചിട്ട് പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇന്ന് അവര് തലപ്പത്തിരിക്കുമ്പോൾ നാളെയും ഇത് തുടരാം എന്നുള്ള ഒരു ഗതിയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നിലപാടിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ നാളുകളിൽ കോൺഗ്രസ് കാണില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് മുരളീധരൻ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അല്ല, അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രത്തോളം വിമതര് വരാനുള്ള ഒരു കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ലേ? കാരണം അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് പലരും പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ അധികാരമോഹം കൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അധികാരമോഹം കൊണ്ട് പുറത്തിറങ്ങുന്നവർ മറ്റു പാർട്ടിയിൽ ചേക്കേറി അവിടെ ഒരു സീറ്റ് പിടിച്ചുകൊണ്ട് സ്വസ്ഥമായി അല്ലെങ്കിൽ സേഫായി നിന്ന് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അർഹിക്കപ്പെട്ടത് നൽകാതെ ആകുമ്പോഴല്ലേ ഈ വിമതരുടെ എണ്ണം കൂടി വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ സ്ഥാനം കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ പ്രവർത്തിച്ച് പരിചയമുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒന്നും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, യുവാക്കൾക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല പല മണ്ഡലങ്ങളും എന്നുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ യുവജന സംഘടനകൾ എപ്പോഴും പ്രഖ്യാപിക്കാറുണ്ട്. അടി എപ്പോഴും ചെണ്ടയ്ക്കും പൈസ മാരാർക്കും എന്ന് പറയുന്ന ആ ഒരു ശൈലി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കേട്ട ഒരു വാക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം എല്ലാ അടിയും കൊള്ളാൻ യൂത്ത് കോൺഗ്രസ്സുകാർ വേണം, സമരമുഖത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ വേണം, സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ്സുകാർ വേണം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാനും മത്സരിക്കാനും MLA ആകാനും MP ആകാനും ഇവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ അധികാരമുള്ളൂ, അല്ലെങ്കിൽ തലമുതിർന്ന ആളുകൾക്ക് മാത്രമേ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുള്ളൂ എന്നുള്ള പരാതികൾ നിരന്തരം കോൺഗ്രസ് നിന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർ തന്നെ അങ്ങോട്ട് പറയും, ഞങ്ങൾ കൂടുതൽ യുവാക്കളെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, യുവാക്കൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള, അത് പുറത്ത് കാണുമ്പോൾ യുവാക്കൾക്കാണ് കൊടുക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പുറത്ത് ചെറിയ ചെറിയ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പക്ഷേ യുവാക്കളെ അവര് തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കൊണ്ടുവന്നാൽ പോലും അത് കേരളത്തിൽ എല്ലായിടത്തും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു യുവാവ് കടന്നു വന്നു കഴിഞ്ഞാൽ അത് അധികം ആരും അറിയാതെ പോകും. പക്ഷേ CPM-ലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ഒരു യുവാവായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കടന്നു വരുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രചരണങ്ങൾ കൊടുത്ത് യുവാവിനെ ഞങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് അവർ പോകും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിപ്പോൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളെ പരിഗണിക്കണമെന്നും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തേണ്ടത് അവരുടെ ആ ഒരു പ്രതിരോധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മറ്റു പാർട്ടികൾ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ CPM-ൽ നിന്നും ഇത്തരത്തിലുള്ള യുവാക്കളെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ജനങ്ങൾക്കിടയിൽ അതൊരു വാർത്തയാക്കാനും CPM-നും അതുപോലെ തന്നെ BJP-ക്കാണെങ്കിലും കഴിയുന്നുണ്ട്. UDF-നെ സംബന്ധിച്ച് അത്രത്തോളം എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ പ്രാതിനിധ്യം നൽകുന്ന സമയത്ത് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കിടയിൽ അതിന് ശ്രദ്ധ നൽകുന്നതിനും ഇവർ അത്രത്തോളം കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ വയനാട്ട് ജഷീർ പള്ളിവേൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, KSUവിന്റെ കരുത്തുറ്റ പോരാളിയായിരുന്നു. എന്താണെങ്കിലും അടിപതറാതെ പാർട്ടിയിൽ നിൽക്കും, എത്ര പേര് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരാണ്. അപ്പം ഇവരൊക്കെ പാർട്ടിയിൽ നിന്നും വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അത് കോൺഗ്രസ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ജഷീർ പള്ളിവേൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൈബർ ഇടങ്ങളില്
കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ അത്രത്തോളം ആരാധകരുള്ള നേതാക്കന്മാരാണ്. അല്ല, പക്ഷെ എത്രത്തോളം ആരാധകരുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ വെറുതെ ഒരാളെ അല്ലല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥി എടുക്കുന്നത്. അവരെ ഉദ്ദേശവും പാർട്ടി വിജയിക്കണം, എന്ത് വിധേനയും വിജയിക്കണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കണം തിരഞ്ഞ് അല്ലെങ്കിൽ അത്രത്തോളം സോർട്ട് ചെയ്തായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിമതരായി ഇറങ്ങുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു വ്യക്തിയെ മാത്രമാണ് പാർട്ടിക്ക് സ്ഥാനമാനങ്ങൾ നൽകി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകി നിർത്താൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എത്രയോ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ കോൺഗ്രസ് നേതാക്കൾ സീറ്റ് കിട്ടിയില്ലെങ്കിലും സീറ്റ് ലഭിച്ചുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് സീറ്റ് വേണമെന്നുള്ളത്, അവരും ആഗ്രഹമില്ലാത്ത ആളുകളൊന്നുമല്ല. പക്ഷെ എന്നിട്ട് പോലും നിൽക്കുന്നവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ ഈ ഒരു രീതിയിൽ തനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് താൻ വിമതരായി മത്സരിക്കുന്നു, പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തോട് തന്നെ ചെയ്യുന്ന ചതിയല്ലേ? അല്ല, പ്രസ്ഥാനത്തോട് ചെയ്യുന്ന ചതിക്ക് അപ്പുറത്തേക്ക് വിമത സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഈ ആദരവും മറ്റു കാര്യങ്ങളും ഫാൻ ബേസും എല്ലാം നശിക്കുമെന്നത് നമ്മൾ കാലാകാലമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ നമുക്കറിയാൻ കഴിയില്ല. എല്ലാം ഒരു സ്ട്രാറ്റജി ആണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ച് അടിയും വഴക്കും പോലും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പലപ്പോഴും. അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മളിപ്പോ പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് സ്ഥാനാർത്ഥി സരിനായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ അത്രയും കാലം അവിടെ നിന്നുള്ള സരിൻ ചോദ്യങ്ങൾ ഉന്നയിച്ച് പിന്നീട് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും CPM പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പം സ്ഥാനാർത്ഥികൾ പലപ്പോഴും അടുത്ത ചേരിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സീറ്റ് കിട്ടാത്തതിന്റെ പേര്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ. വിമതരാരും തന്നെയും പാർട്ടിക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന മത്സരിക്കുന്നവരല്ല, പാർട്ടിക്ക് എതിരായിട്ടാണ് സ്വാഭാവികമായും. അവിടെയാണ് K. മുരളീധരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 24-ാം തീയതിക്ക് ശേഷം പാർട്ടിയിൽ ഒരു വിമത സ്ഥാനാർത്ഥി പോലും കാണില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ പാർട്ടിയിൽ കാണില്ല എന്നുള്ള ഉറച്ച നിലപാടുമായിട്ടാണ് മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ പാർട്ടിയിൽ നടക്കുകയാണെങ്കിൽ ഈ പാർട്ടി ഇവിടെ കൊണ്ട് രക്ഷപ്പെടും.